നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിരമിഡ് ടെക്നോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. ഓഗസ്റ്റ് 18 മുതൽ 22 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 153 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 91 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, ബാക്കി ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ അത്ര വലിയ ഒരു ഇഷ്യൂ ആണ് ഇതെന്ന് പറയാൻ പറ്റില്ല. വെറും 151 കോടി രൂപ മാത്രമാണ് ഇവർ റേസ് ചെയ്യുന്നത്. ഈ കമ്പനി പോളിമർ ഡ്രംസ് ആണ്, പോളിമർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡ്രംസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും പാക്കേജിംഗ് ഡ്രംസ് ആണ്. ഇത് കെമിക്കൽ ഇൻഡസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും എല്ലാം ഉപയോഗിക്കുന്ന പാക്കേജിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡ്രംസ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഡ്രംസ് ഒക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. അത് മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പിരമിഡ് ടെക്നോപ്ലാസ്റ്റ് ലിമിറ്റഡ് 1997 മഹാരാഷ്ട്രയിൽ ബോംബെയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇവർ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രി, അതായത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അതുപോലെ അഗ്രോ കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള പാക്കേജിങ്ങിന് ആവശ്യമായുള്ള പോളിമർ ഡ്രംസ് ആണ്. പോളിമർ മാത്രമല്ല, MS ഡ്രംസ്, ഇങ്ങനെയൊക്കെയുള്ള ബൾക്ക് ആയിട്ടുള്ള കണ്ടെയ്നർ ഡ്രമ്മുകളാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. പിരമിഡ് ടെക്നോപ്ലാസ്റ്റിന്റെ പ്രോഡക്റ്റുകളാണ് ഈ ചിത്രത്തിൽ കാണുന്ന IBC കണ്ടെയ്നേഴ്സ്. വലിയ കണ്ടെയ്നറാണിത്. കെമിക്കൽസ് കൊണ്ടുപോകുന്നതിനുള്ള പാക്കേജിങ് കണ്ടെയ്നറാണ്. അതുപോലെ തന്നെ MS ബാരൽ, പ്ലാസ്റ്റിക് ബാരൽസ്, പിന്നെ UN സർട്ടിഫൈഡ് ആയിട്ടുള്ള 18 ഗേജിൻ്റെയും 20 ഗേജിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ബാരൽസും, ഇതെല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1997 അടുത്ത വർഷമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം ആരംഭിച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത്. അതിൽ 4 എണ്ണവും ഭറൂച്ചിലാണ്. പിന്നെ 2 എണ്ണം ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്താണ്. ഇപ്പം മറ്റൊരു പുതിയ പ്ലാന്റ് കൂടി അവർ ഭറൂച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിലും ക്വാളിറ്റി, പിന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, പിന്നെ ഹെൽത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പരിശോധിച്ചതിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന UN സർട്ടിഫിക്കേഷൻസ് ഇവരുടെ പ്രോഡക്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല ISO സർട്ടിഫിക്കേഷൻസ്, മിക്കവാറും എല്ലാ സർട്ടിഫിക്കേഷൻസും ക്വാളിറ്റിയുടെ കാര്യത്തിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രൊമോട്ടർമാരെ നോക്കാം. വിജയ് കുമാർ അഗർവാൾ, ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ്. അതുകൂടാതെ ജയപ്രകാശ് അഗർവാൾ, പുഷ്പാദേവി അഗർവാൾ, മധു അഗർവാൾ, ഇത്രയും പേര് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുണ്ട്. അതുകൂടാതെ കോർപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ യാഷ് സിന്തറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. അതുകൂടാതെ ക്രെഡൻസ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസി LLP, അവരൊരു ഫണ്ടാണ്. അവരും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിലുള്ളവരാണ്. ഇവർക്ക് 100%, ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 100% ഓഹരികളും ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ്. ഇഷ്യൂ എന്തിനു വേണ്ടിയാണ് ഇപ്പം നടത്തുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പതിവായിട്ട് കാണാറുള്ള പോലെ തന്നെ റീപേയ്മെൻറ്റ്, പ്രീപേയ്മെൻറ്റ്, പിന്നെ ചില ബോറോയിങ്സ് കൊടുത്തു തീർക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, കൂടാതെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസ്, പ്രവർത്തന മൂലധനത്തിന് വേണ്ടിയിട്ടും, പിന്നെ കമ്പനിയുടെ മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. കമ്പനിയുടെ ഏറ്റവും പുതിയ വാല്യൂസ് നോക്കുകയാണെങ്കിൽ EPS 10.24 കാണുന്നുണ്ട്. അതുപോലെ തന്നെ NAV 34.28 എന്നുമാണ് കാണുന്നത് പെർ ഷെയർ. ഇനി അതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കാം നമുക്ക്. ടൈം ടെക്നോപ്ലാസ്റ്റ് ലിമിറ്റഡ്, TPL പ്ലാസ്റ്റെക് ലിമിറ്റഡ്, അതുപോലെ തന്നെ മോൾഡ് ടെക് പാക്കേജിംഗ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളെയാണ് ഇതിൻ്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന ലിസ്റ്റഡ് കമ്പനികളായിട്ട് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ബിഗ് ഷെയർ ആണ് ഇതിൻ്റെ രജിസ്ട്രാർ. ലീഡ് മാനേജേഴ്സ് PNB ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസും, അതുപോലെ തന്നെ ഫസ്റ്റ് ഓവർസീസ് ക്യാപിറ്റലുമാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് നോക്കാം. റവന്യൂ 2021 313.5 എന്ന് കാണിക്കുന്നുണ്ട്. ആ വർഷം തന്നെ അതിൻ്റെ നെറ്റ് ഇൻകം നോക്കൂ, 16.99 crores ആണ്.
ഇനി അടുത്ത വർഷം 2022 ഈ 313 ആയിരുന്ന റവന്യൂ 400 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 400.42 വർദ്ധിച്ചു. ആ വർഷം നെറ്റിംഗ് 26.15 ആയിട്ട് അവിടെയും ഒരു വർധനവുണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും പുതിയത് കണക്ക് നോക്കുകയാണെങ്കിൽ 480.03 കോടിയാണ് റവന്യൂ കാണിക്കുന്നത്. ആ വർഷം അതിൻ്റെ നെറ്റ് ഇൻകം 31.76 ആയിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സൈഡാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഈ IPOയുടെ വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡേറ്റ് അറിയാലോ, 18 തീയതി മുതൽ 22 വരെയാണ്, ഓഗസ്റ്റ് മാസത്തിൽ. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 151 രൂപ മുതൽ 166 രൂപ വരെയാണ്. 91.3 കോടിയാണ് ഇതിൻ്റെ ഫ്രഷ് ഓഹരികൾ. എന്നാൽ ഓഫർ ഫോർ സെയിൽ 61.75 ക്രോഡ്സ് ആണ്. ടോട്ടൽ വരുമ്പോഴത്തേക്കും 153.05 ക്രോഡ്സ് വരും. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 90 ഷെയർസ് ആണ് റീറ്റെയിലേഴ്സിന്. മറ്റൊരു പ്രത്യേകത 50% ഓഹരികളും റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. 30% ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, 20% HNIസിനുമാണ്. ഇനി 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 25-ാം തീയതിയും റീഫണ്ട് 28-ാം തീയതിയും, ഇത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് 29-ാം തീയതിയും, ലിസ്റ്റിംഗ് ഓഗസ്റ്റ് മാസം 30-ാം തീയതിയുമായിരിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ 2018 ഇത് 10:1 എന്നുള്ളൊരു ബോണസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 7:1 എന്നുള്ള ബോണസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഡിവിഡൻഡ് കൊടുത്തായിട്ട് കണ്ടില്ല. എന്തായാലും ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് സംശയിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു കമ്പനി കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഇത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ബൾക്ക് കണ്ടെയ്നർ ഡ്രമ്മുകൾ. അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നിർണായകമായൊരു കമ്പനിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് മിഡ് ടേം ലോങ് ടേം ഒരു കാലഘട്ടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ ഫണ്ട് പാർക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിരമിഡ് ടെക്നോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഈ വീഡിയോയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.